ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് സയൻസസ് പ്രോഗ്രാംസിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അല്ലെ. 15 ബിരുദ പ്രോഗ്രാമുകളാണ് അപേക്ഷ ജൂൺ 7 വരെയാണ് കേട്ടോ. അതായത് പ്രവേശനം +2ന്റെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ 15 നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസസ് പ്രോഗ്രാമുകളിൽ ബിരുദ പ്രവേശനത്തിന് ജൂൺ 7 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക കേട്ടോ. ആരോഗ്യ സർവകലാശാല തുടങ്ങുന്ന പുതിയ പ്രോഗ്രാമുകൾക്ക് സർക്കാർ അംഗീകാരത്തോടെ വേറെ പ്രവേശന വിജ്ഞാപനവും പ്രസിദ്ധപ്പെടുന്നതായിരിക്കും. ഇനി പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് 4 വർഷം വിത്ത് 1 year ഇന്റേൺഷിപ്പ് ഇൻ ഗവൺമെന്റ് കോളേജസ്, BSc മെഡിക്കൽ ലാബ് ടെക്നോളജി 4 വർഷം, BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷം പ്ലസ് 1 year ഇന്റേൺഷിപ്പ്, BSc ഒപ്റ്റോമെട്രി 3 വർഷം പ്ലസ് 1 year ഇന്റേൺഷിപ്പ്, BPT ഫിസിയോതെറാപ്പി 4 വർഷം പ്ലസ് 6 months ഇന്റേൺ 5 കോഴ്സുകളാണെന്നാണ് പറഞ്ഞത് അല്ലെ. അതിൽ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ആദ്യത്തെ 5 പറഞ്ഞു. ഇനി 6ാമത്തെ ഏതാണ്? BASLP ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. എത്ര വർഷമാണ്? 3 വർഷമാണ്. 10 മാസം ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. BCVT കാർഡിയോ വാസ്കുലർ ടെക്നോളജി 3 years plus 1 year internship, Bachelor of Medical Imaging Technology 3 years plus 1 year internship, Bachelor of Radiotherapy Technology 3 years plus 1 year internship, BSc Dialysis Technology 3 years plus 1 year internship, BOT Occupation Therapy 4 years plus 6 months internship, Bachelor of Neurotechnology 3 years plus 1 year internship, Bachelor of Nuclear Medicine, BSc Medical Biochemistry, Bachelor of Prosthetics and Orthotics. ഇങ്ങനെ 15 പ്രോഗ്രാമുകളിലേക്ക് ബിരുദ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ജൂൺ 7 ഓക്കെ. ഈ പ്രവേശന യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തം 50% മാർക്കോടെ +2 ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്രിമിലെയറിൽ പെടാത്ത പിന്നോക്ക സമുദായക്കാർക്കും OEC ഭിന്നശേഷി വിഭാഗക്കാർക്കും 45% മാർക്ക് മതിയായിരിക്കും കേട്ടോ. പട്ടിക വിഭാഗക്കാർക്ക് പരീക്ഷ ജസ്റ്റ് ജയിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമുദായക്കാരായാലും 2025 ഡിസംബർ 31 17 വയസ്സ് ഏജ് ലിമിറ്റ് ഉണ്ട്. 17 ആണ് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. BASLPക്ക് യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി എന്നീ വിഷയങ്ങൾ നേടിയ മാർക്ക് ആധാരമാക്കി റാങ്ക് നിശ്ചയിക്കുന്നതായിരിക്കും. BPOയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി, മാത്സ് എന്നിവയിലെ മൊത്തം മാർക്ക് നോക്കിയിട്ടായിരിക്കും റാങ്ക് നിശ്ചയിക്കാം. നഴ്സിംഗ് അടക്കം മറ്റ് 13 പ്രോഗ്രാമുകളിൽ യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മൊത്തം മാർക്ക് നോക്കിയിട്ടായിരിക്കും റാങ്ക് നിർണ്ണയിക്കുക കേട്ടോ. അപ്പൊ റാങ്ക് ലിസ്റ്റിലെ BASLPക്കും BPOക്കും നഴ്സിംഗിനും 3 കാറ്റഗറീസിൽ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുക. വിവിധ പ്രോഗ്രാമുകൾക്ക് ഒറ്റ ഓൺലൈൻ അപേക്ഷ മതിയായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 800 രൂപയാണ് കേട്ടോ. അപേക്ഷാ ഫീസ് 800 രൂപയാണ്. അത് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 7 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്ലൈ ചെയ്യേണ്ട അതിൽ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 അടയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ പട്ടിക വിഭാഗക്കാർക്ക് 400 രൂപയാണ്. അപേക്ഷയുടെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ. ഇനി പറയാനുള്ള കാര്യം അപേക്ഷയുടെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. സർവീസ് കോട്ടയിലെ അപേക്ഷയ്ക്ക് പ്രത്യേക വ്യവസ്ഥകളാണ് ഉള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അവർ ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 0471256063 എന്നാണ് അവർ ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യോഗ്യത എന്താണ്? 50% മാർക്കാണ് പ്രവേശന യോഗ്യത എന്ന് പറയുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തം 50% മാർക്കോടെ +2 ജയിച്ചിരിക്കണം. OEC ബാക്കി പിന്നോക്ക സമുദായക്കാർക്ക് 45% മാർക്ക് മതിയാകും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏജ് ലിമിറ്റ് എന്താണ്? 17 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് 800 രൂപയാണ്.
പിന്നെ എന്താണ് പറയുന്നത്, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 04712560 എന്നുള്ളതാണ് ഫോൺ നമ്പർ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറന്നു പോകരുത്, ജൂൺ 7 ജൂൺ 7 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് എപ്പോഴാണ്? ജൂൺ 4 ഫീസ് അടയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നമ്മൾ അക്കാദമിക് അപ്ഡേറ്റ്സ് മാത്രമല്ല ജോബ് അപ്ഡേറ്റ്സും നമ്മൾ ഇടാറുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.